ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് ആണ്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കുള്ള ക്ലാസ് ആണിത്. മലയാളം മീഡിയം കുട്ടികളുടെ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ അത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് നോക്കാം. മാത്തമാറ്റിക്സ് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് 1ാം ക്ലാസ്സിൻ്റെ ഏതാണ് നമ്മൾ നോക്കുന്ന ചാപ്റ്റർ എന്നറിയോ? 8ാമത്തെ ചാപ്റ്ററായ ജിംഗ്ലിംഗ് കോയിൻസ് ആണ് കേട്ടോ. നാണയ കിലുക്കം എന്ന് മലയാളത്തിൽ പറയും. ജിംഗ്ലിംഗ് കോയിൻസ് 8th ചാപ്റ്റർ ജിംഗ്ലിംഗ് കോയിൻസ് നോക്കിയാലോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ മുഴുവൻ പാഠത്തിൻ്റെയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സ് അതെങ്ങനെ കിട്ടിയെന്നും നമ്മൾ പറയും. അപ്പോൾ നമുക്ക് നോക്കാം. ജിംഗ്ലിംഗ് കോയിൻസ് ചാപ്റ്റർ 8. ആദ്യം തന്നെ നമുക്ക് അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഒരു ഫെസ്റ്റിവൽ എന്തോ നടക്കുന്നുണ്ട്. അവിടെ ജയൻറ്റ് വീലിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ഒരാൾക്ക് 20 രൂപയാണെന്ന് എഴുതിയ ബോർഡും നമുക്ക് കാണാം അല്ലേ. അപ്പം നമുക്ക് നോക്കാം. കോയിൻ എക്സിബിഷൻ. അനു ആൻഡ് ജിത്തു വെൻ ടു സി വില്ലേജ് ഫെസ്റ്റ്. അപ്പോൾ അവിടെ നടക്കുന്നത് വില്ലേജ് ഫെസ്റ്റ് ആണ്. അനുവും ജിത്തുവും അത് കാണാൻ പോയിരിക്കുന്നു. ദേ റീച്ച്ഡ് ദി കോയിൻ എക്സിബിഷൻ റൂം. അപ്പോൾ കോയിൻ എക്സിബിഷൻ റൂമിൽ അവരെത്തി. അപ്പോൾ നമ്മൾ നാണയത്തിൻ്റെ എക്സിബിഷനാണ് കേട്ടോ. നിങ്ങളുടെ പലരുടെയും കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മമാരുടെ കയ്യിലൊക്കെ കോയിൻ കളക്ഷൻ ഉണ്ടാവും. പണ്ട് കാലം മുതൽ ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ പലതും ശേഖരിച്ച് വെക്കുന്നവരുണ്ട്. അപ്പോൾ അതേപോലെ ശേഖരിച്ചത് എക്സിബിഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ദേ റീച്ച്ഡ് ദ കോയിൻ എക്സിബിഷൻ റൂം. അപ്പോൾ കോയിൻ എക്സിബിഷൻ നടക്കുന്ന റൂമിലെത്തി. സർക്കിൾ ദോസ് യു ഹാവ് സീൻ. അപ്പോൾ നിങ്ങളോട് അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ള കോയിൻസ് ഇതിൽ ഏതൊക്കെയാണ് അതൊന്ന് റൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. കാരണം ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ട് 20 പൈസ, 25, 50 പൈസ, 1 രൂപ, 2 രൂപ, 5 രൂപ, 10 രൂപ, 20 രൂപ, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിലും റൗണ്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. ഇത് ഓരോരുത്തരും ഓരോ രീതിയിലേ കണ്ടിട്ടുണ്ടാവുള്ളൂ. താഴത്തെ വരിയിലുള്ളത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മേലത്തെ ഒന്നും അധികം കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ കണ്ടത് മാത്രം നിങ്ങൾ റൗണ്ട് ചെയ്യുക കേട്ടോ. ആർ ദ 50 റുപ്പി നോട്ട് ആൻഡ് ദ 100 റുപ്പി നോട്ട് ഓഫ് ദ സെയിം സൈസ്. ഇനി നോക്കൂ, താഴെ നമുക്ക് 50 രൂപയുടെ നോട്ടും 100 രൂപയുടെ നോട്ടും തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഒരേ സൈസാണോ? ഒരേ വലിപ്പമാണോ? നോ. പുട്ട് വൺ ഓവർ ദി അതർ ആൻഡ് ചെക്ക്. ഡു ദിസ് വിത്ത് അതർ നോട്ട്സ് ഓൾസോ. ഒന്നിൻ്റെ മേലെ അടുത്തത് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 100 രൂപയാണ് അല്ലേ നീളം കൂടുതലായിട്ട് വരുന്നത്. അടുത്തത് ദേ റീച്ച്ഡ് ദ ഐസ്ക്രീം ബൂത്ത്. അതിനുശേഷം കുട്ടികൾ എവിടെ എത്തി? ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം ബൂത്തിലെത്തി. ബോത്ത് ബോട്ട് ഐസ്ക്രീം. രണ്ടുപേരും ഐസ്ക്രീം വാങ്ങിച്ചു. പ്രൈസ് ഓഫ് 1 is 15 rupees. ഒരു ഐസ്ക്രീമിൻ്റെ വില 15 രൂപ. അനു ഗേവ് 3 notes. അനു ഐസ്ക്രീം വാങ്ങിയിട്ട് ആ കടക്കാരന് 3 നോട്ടാണ് കൊടുത്തത്. അപ്പോൾ 3 നോട്ട് എന്ന് പറയുമ്പോൾ അവൾ 5 രൂപയുടെ 3 നോട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. കണ്ടോ? 5, 5, 5. ഹൗ മച്ച് ഡിഡ് അനു ഗീവ്? അനു എത്ര കൊടുത്തു? 15. 15. ജിത്തു ഗേവ് 2 notes. പക്ഷെ ജിത്തു 2 നോട്ടുകളാണ് കൊടുത്തത്. അപ്പോൾ അത് ഏതൊക്കെയായിരിക്കും ആ 2 നോട്ട്? നിങ്ങൾ ഊഹിച്ചു നോക്കൂ. 10ഉം 5ഉം ആയിരിക്കും ആ നോട്ടുകൾ. എങ്കിലല്ലേ 15 വരിക. അപ്പോൾ മോസ്റ്റ്ലി നമുക്ക് അത് തന്നെ ആയിരിക്കും. 10ഉം 5ഉം എഴുതുക കേട്ടോ. അടുത്തത് ഹൗ എബൌട്ട് എ റൈഡ് ഇൻ ദ ജയൻറ്റ് വീൽ. അപ്പോൾ ജയൻറ്റ് വീലിലെ റൈഡ്, നിങ്ങൾ ഈ ജയൻറ്റ് വീലിൽ കയറിയിട്ടുണ്ടോ? ജയൻറ്റ് വീലിലെ റൈഡ് എങ്ങനെയാണ്? ഐ എം എ ബിറ്റ് അഫ്രൈഡ് ബട്ട് ഐ വിൽ കം. എനിക്ക് പേടിയാണ് പക്ഷെ ഞാൻ വരാമെന്ന് ഈ കുട്ടി പറയുന്നുണ്ട്. അനു ദീസ് ആർ ദ നോട്ട്സ് അനു ഹാസ് ഇൻ ഹെർ പേഴ്സ്. അപ്പോൾ അനുവിൻ്റെ പേഴ്സിൽ ഉണ്ടായിരുന്ന നോട്ടുകളാണ് താഴെ തന്നിരിക്കുന്നത്. ഒരു 10 രൂപ, ഒരു 5 രൂപ, ഒരു 2 രൂപ. അപ്പോൾ മൊത്തം എത്രയായി? ടോട്ടൽ 17 രൂപ കേട്ടോ. 17 ആണ് അവളുടെ കയ്യിലുള്ളത്. ഈസ് ദിസ് ഇനഫ് ടു ബൈ 1 ticket ഫോർ ദ റൈഡ്? അവളുടെ കയ്യിലുള്ള ഈ 17 രൂപ, ഈ 17 rupees വെച്ചിട്ട് അവൾക്ക് ടിക്കറ്റ് വാങ്ങാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പറ്റില്ല അല്ലേ. നമുക്കിതാ ഈ ടിക്കറ്റ് കൗണ്ടറിലെ ചിത്രം നോക്കൂ. 20 രൂപയാണ് ടിക്കറ്റിൻ്റെ വില. അവളുടെ കയ്യിൽ ആകെ 17 രൂപയുള്ളൂ. 17 rupees ഉള്ളൂ. സോ ഹൗ മച്ച് മോർ ഡസ് ഷീ നീഡ്? ഇനി എത്ര രൂപ അവൾക്ക് ആവശ്യമുണ്ട്? 3 rupees അല്ലേ. 20 17 മൈനസ് ചെയ്താൽ നമുക്ക് ആ 3 കിട്ടും. ജിത്തു പെയ്ഡ് ദ ബാലൻസ്. അപ്പോൾ ജിത്തു അവൾക്ക് ആ പൈസ കൊടുത്തു. ജിത്തു പെയ്ഡ് ഇൻ കോയിൻസ്. 3 രൂപ കോയിൻ ആയിട്ടാണ് ജിത്തു കൊടുത്തത്. വാട്ട് ഓൾ കോയിൻസ് ഡിഡ് ജിത്തു ഗീവ്? ഹൗ മെനി ഓഫ് ഈച്ച് ക്യാൻ യു ഫൈൻഡ് ഇറ്റ്?
അപ്പോൾ ജിത്തു കൊടുത്ത കോയിനുകൾ ഏതൊക്കെ ആയിരിക്കാം? 1 2 റുപ്പി കോയിൻ, ഒരു 2 രൂപയുടെ കോയിനും ഒരു 1 രൂപയുടെ കോയിനും, 1 റുപ്പി കോയിൻ. ഓക്കെ. അടുത്തത് ടിക്കറ്റ് കൗണ്ടർ. എന്താണ് ടിക്കറ്റ് കൗണ്ടർ? നമുക്കിവിടെ ടിക്കറ്റ് കൗണ്ടർ അവിടെ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരാൾക്ക് ദേ വാണ്ട് ഫോർ 2, രണ്ടാൾക്ക് ടിക്കറ്റ് വേണം. 4 കുട്ടികളുണ്ടല്ലേ, അവർക്ക് എല്ലാവർക്കും ടിക്കറ്റ് വേണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരിക. അവിടെ 20 + 20 40, ഒരാൾക്ക് 20, അപ്പോൾ അടുത്ത ആൾക്കും കൂടി ആകുമ്പോൾ 40 വരും അല്ലേ. അടുത്തത് 20 + 20 40 തന്നെയാണ്. നമുക്ക് ടോട്ടൽ വരുമ്പോൾ എന്ത് വരും? 20 + 20 + 20 + 20 80. 4 കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ 80 രൂപ, 80 റുപ്പീസ് കൊടുക്കണം. അടുത്തത് ലെറ്റസ് കാൽക്കുലേറ്റ് ദ പ്രൈസ്. നമുക്ക് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാം. ക്രയോണിന് 5 രൂപയാണ്, വാട്ടർ കളറിന് 10 രൂപ, ഇറേസറിന് 2 രൂപ. ഓക്കെ. ആദിത്യ ബോട്ട് ക്രയോൺ, വാട്ടർ കളർ ആൻഡ് ഇറേസർ. അപ്പോൾ ആദിത്യ ഈ 3 വാങ്ങിച്ചു, അതായത് ക്രയോണും വാട്ടർ കളറും ഇറേസറും. അപ്പോൾ 5 5 + 10 + 2 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 3 വാങ്ങിയെങ്കിൽ 17 റുപ്പീസ് കൊടുക്കണം കടയിൽ അല്ലേ. അപ്പം നമുക്കത് എഴുതാം 17. ടോട്ടൽ പ്രൈസ് ഓഫ് ദീസ് 3 17 ആണ്. വിച്ച് നോട്ട്സ് ആൻഡ് കോയിൻസ് ഡിഡ് ആദിത്യ ഗിവ്? ആദിത്യൻ കൊടുത്ത നോട്ടും കോയിൻസും ഏതൊക്കെ ആയിരിക്കും? 1 10 റുപ്പി നോട്ട് ഉണ്ട്, ഒരു 10 രൂപ നോട്ട്, ഒരു 5 രൂപയുടെ കോയിൻ, ഒരു 2 രൂപയുടെ കോയിൻ. മനു ബോട്ട് ക്രയോൺ ആൻഡ് ഇറേസർ. മനു ഒരു ക്രയോണും ഒരു ഇറേസറുമാണ് വാങ്ങിയത്. അപ്പോൾ ക്രയോണിന് 5 റുപ്പീസും ഇറേസറിന് 2 റുപ്പീസും, അപ്പോൾ മൊത്തം 7. Which notes and coins did he give? 1 5 rupee coin, 1 2 rupee coin. ഇനി നോട്ട്സ് ടു കോയിൻസ് ആണ്. അനു, ജിത്തു, ആയിഷ, മുരുകൻ ആൻഡ് തോമസ് ചേഞ്ച്ഡ് ദിയർ നോട്ട്സ് ടു കോയിൻസ്. അപ്പോൾ ഈ കുട്ടികളെല്ലാം അവരുടെ നോട്ട്, കയ്യിലുണ്ടായിരുന്ന നോട്ട്, പൈസ നോട്ട് രൂപയുടെ, അതെല്ലാം കോയിനുകളാക്കി മാറ്റി. അപ്പോൾ എങ്ങനെയാണ് നോക്കാം. ഹൂ ഓൾ ടു കോയിൻസ് ഫോർ ദി സെയിം എമൗണ്ട് ആസ് നോട്ട്സ്. ആരൊക്കെയാണ് കയ്യിലുള്ള കോയിൻസിന് തുല്യമായിട്ടുള്ള നോട്ടുകളാക്കി മാറ്റിയതെന്നാണ്. അതിൻ്റെ ഉത്തരം വരുന്നത് അനു ആൻഡ് ആയിഷയാണ് കേട്ടോ. ടു ദി ഷോപ്പ്. ഇനി അടുത്തത് ഇവർ ഷോപ്പിലേക്ക് പോവുകയാണ്. ആ ഷോപ്പിൽ പെൻസിലിൻ്റെയും പെന്നിൻ്റെയും നോട്ട്ബുക്കിൻ്റെ വില നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പെൻസിലിന് 5 റുപ്പീസാണ്, പെന്നിന് 10 റുപ്പീസ്, നോട്ട്ബുക്കിന് 20 റുപ്പീസാണ്. അപ്പോൾ നമുക്ക് രൂപേഷ് വെൻ ടു ദി ഷോപ്പ് വിത്ത് ഹിസ് സൺ. രൂപേഷ് സണ്ണിൻ്റെ മകനുമായിട്ടാണ് ഷോപ്പിലേക്ക് പോണത്. ദേ ബോട്ട് എ പെൻ ആൻഡ് എ പെൻസിൽ. അവരൊരു പെന്നും ഒരു പെൻസിലും വാങ്ങിച്ചു. അപ്പോൾ പെന്നിന് 5 രൂപ, പെന്നിന് 10ഉം 5 രൂപ പെൻസിലിനും. അപ്പോൾ എത്ര രൂപേഷ് പേ ചെയ്യണം? 10 + 5 15. പ്രൈസ് ഓഫ് എ പെൻസിൽ. ഒരു പെൻസിലിൻ്റെ വില എത്രയാ? 5 റുപ്പീസ്. പ്രൈസ് ഓഫ് എ പെൻ, ഒരു പെന്നിൻ്റെയോ? 10 റുപ്പീസ്. ടോട്ടൽ പ്രൈസ് ഫോർ എ പെൻസിൽ ആൻഡ് എ പെൻ, ഒരു പെൻസിലിൻ്റെയും ഒരു പെന്നിൻ്റെയും കൂടിയിട്ട് 15 രൂപ. ടോട്ടൽ പ്രൈസ് ഫോർ 2 പെൻസിൽസ് ആൻഡ് പെൻ, 2 പെൻസിലും ഒരു പെന്നുമാണ് കേട്ടോ. 2 പെൻസിൽ പറയുമ്പോൾ എത്ര വരും? ഞാനതിവിടെ എഴുതി കാണിച്ചു തരാം. 2 പെൻസിൽസ് ആൻഡ് പെന്നാണ്. 2 പെൻസിൽ പറയുമ്പോൾ 10 രൂപയാണ് വരിക, പ്ലസ് ഒരു പെണ്ണെന്ന് പറയുമ്പോൾ 10 രൂപ. അപ്പോൾ എത്രയാണ് വരിക? 20 ആണ് ആൻസർ വരിക കേട്ടോ. ഈ സൈഡിൽ എഴുതുന്നതല്ല, 20 ആണ്. ഹൗ ഡിഡ് യു ഫൈൻഡ്? നിങ്ങൾ എങ്ങനെ ഫൈൻഡ് ചെയ്തു? നമുക്ക് വേണമെങ്കിൽ 5 + 5 2 പെൻസിലിൻ്റെ എടുക്കാം, പ്ലസ് ഒരു പെന്നിൻ്റെ എടുക്കാം, ദാറ്റ് ഇസ് ഈക്വൽ ടു 20 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. കോയിൻസ് ടു നോട്ട്സ്. ഇനി നമുക്ക് കോയിൻസിനെ നോട്ടിലേക്ക് ആക്കാം. ഫൈൻഡ് നോട്ട്സ് ഈക്വൽ ടു ഈച്ച് സെറ്റ് ഓഫ് കോയിൻസ് ആൻഡ് ജോയിൻ ദം. നോക്കൂ, 1 2 2, 2 + 2 + 1 5. അടുത്ത് നോക്കൂ, 4 5 ആണ് അല്ലേ. 5 + 5 10ഉം ഈ 5 + 5 10ഉം, മൊത്തം 20. ഇത് 20ലേക്ക് ജോയിൻ ചെയ്യുക. നോക്കൂ, 10 + 10 + 10, 10 + 10 5, 10 റുപ്പീസ് ഉണ്ട്, 50ലേക്ക് ജോയിൻ ചെയ്യുക. അടുത്തത് 1 + 1 + 1 3 + 2 5 + 5 10. ഇത് 10ലേക്ക് മാച്ച് ചെയ്യുക. അപ്പോൾ മാച്ച് ചെയ്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
ആഡിങ് കോയിൻസ് ആണ് അടുത്തത്. മേരി ഹാസ് 10 rupees. മേരിയുടെ കയ്യിൽ 10 രൂപയുണ്ട്. വിച്ച് ആർ ദ കോയിൻസ് നീഡഡ് ടു മേക്ക് ഇറ്റ് 15 rupees. അപ്പോൾ 15 രൂപയാക്കണമെങ്കിൽ ഏതൊക്കെ കോയിനുകൾ ആഡ് ചെയ്യണം? 10ൻ്റെ കൂടെ ഏതൊക്കെ കോയിനാണ്? 10ൻ്റെ കൂടെ 5 ആഡ് ചെയ്യാം. 10ൻ്റെ കൂടെ എന്ത് ചെയ്യാം? നമുക്ക് ഒരു 3 1 രൂപയും ഒരു 2 രൂപയും ആഡ് ചെയ്യാം അല്ലേ? 3 1 rupee കോയിൻ, 1 2 rupee കോയിൻ ചെയ്യാം. അല്ലെങ്കിൽ 2 2 rupee കോയിനും 1 1 rupee കോയിനും ചെയ്യാം. 1 5 rupee കോയിനും ചെയ്യാം. വിച്ച് ഓൾ കോയിൻസ് വിൽ മേക്ക് ഇറ്റ് 20 rupees? ക്യാൻ യു ഫൈൻഡ് ഡിഫറെൻറ്റ് വേസ്? ഇനി 20 രൂപയാണെങ്കിൽ 3 5 rupeesഉം 2 2 rupees കോയിൻസും ആണെങ്കിൽ 20 1 1 rupeeയും 20 ആക്കാം. അല്ലെങ്കിൽ 2 10 rupee കോയിൻ, 2 10 rupee കോയിൻ ആണെങ്കിലും 10 10 20 കിട്ടും. അല്ലെങ്കിൽ 4 5 rupees, 4 5ൻ്റെ തുട്ടുകൾ ചേർന്നാലും 20 ആണ്. അല്ലെങ്കിൽ 1 10 rupee കോയിൻ, 2 5 rupee കോയിൻ ആണെങ്കിലും 20 കിട്ടും. നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ട് 20 കിട്ടുന്നത് എഴുതാം കേട്ടോ. അടുത്തത് നോക്കൂ. ഹൗ മെനി കോയിൻസ്? 10 രൂപയ്ക്കാണ് നമുക്ക് ആദ്യത്തെ കിട്ടുക ബാങ്കിൾ വള. 6 രൂപയ്ക്കാണ് PP വരുന്നുണ്ട്, ഹോൺ വരുന്നുണ്ട്. 7 രൂപയ്ക്ക് മാല വരുന്നുണ്ട് അല്ലേ? നോക്കാം. അനു എന്താ പറയണം? ഐ ക്യാൻ ബൈ എ ബാങ്കിൾ വിത്ത് 2 coins ഐ ഹാവ്. എൻ്റെ കയ്യിലുള്ള 2 കോയിൻ കൊണ്ട് എനിക്ക് ആ വള വാങ്ങിക്കാം. അപ്പോൾ അവളുടെ കയ്യിലുള്ള കോയിൻ 2 എണ്ണമാണ് ഉള്ളൂ അല്ലേ? അപ്പോൾ 5 രൂപയായിരിക്കും അവളുടെ കയ്യിലുള്ളത്. 5. അടുത്ത് നോക്കൂ. ടു ബൈ എ ഹോൺ ഐ മസ്റ്റ് ഗിവ് 3 coins ഐ ഹാവ്. ആ PP കണ്ടോ? ആ ഹോണ് വാങ്ങണമെങ്കിൽ എനിക്ക് എൻ്റെ കയ്യിലുള്ള 3 കോയിൻസ് കൊടുക്കണം. അപ്പോൾ അവൻ്റെ കയ്യിൽ ഏതായിരിക്കും? 6 തുല്യമാണെങ്കിൽ 2 + 2 + 2 ആയിരിക്കും. അപ്പോൾ 2 രൂപയുടെ കോയിൻ ആയിരിക്കും അവൻ്റെ കയ്യിൽ ഉണ്ടാവുക. 2 ആണ് ആൻസർ. അടുത്തത് ഐ ഹാവ് 2 coins ഐ ക്യാൻ ബൈ എ ചെയിൻ വിത്ത് ദീസ്. എൻ്റെ കയ്യിൽ 2 കോയിൻ ഉണ്ട്, എനിക്ക് അതുകൊണ്ട് ഒരു ചെയിൻ വാങ്ങാമെന്നാണ് ആ കുട്ടി പറയണത്, ലാസ്റ്റത്തെ കുട്ടി. അപ്പോൾ ഒബ്വിയസ്ലി ആ കുട്ടിയുടെ കയ്യിൽ ഒരു 5 രൂപയോ ഒരു 2 രൂപയായിരിക്കും. അപ്പോൾ 7 രൂപയ്ക്ക് അവന് മാല വാങ്ങാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് മൈ പിഗ്ഗി ബാങ്ക്. ചിൽഡ്രൻ ആർ കൗണ്ടിങ് ദ മണി കളക്റ്റഡ് ഇൻ ദ പിഗ്ഗി ബാങ്ക് ഓഫ് ദെയർ ക്ലാസ്. ജിത്തു സോർട്ടഡ് ദ കോയിൻസ്. അപ്പോൾ അവർ കളക്ട് ചെയ്തത് കൗണ്ട് ചെയ്യാണ്. അപ്പോൾ കോയിൻസ് സോർട്ട് ചെയ്യാണ് ജിത്തു. ലെറ്റ് us സോർട്ട് ആൻഡ് കൗണ്ട് ദ കോയിൻസ്. നമുക്ക് ഓരോന്ന് സോർട്ട് ചെയ്ത് വെച്ചിട്ട് കോയിൻസ് കൗണ്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഹൗ മച്ച് ഡു യു തിങ്ക് വി ഹാവ്? അപ്പോൾ എത്ര ഉണ്ടാവും എന്നാണ് കരുതുന്നത് പെൺകുട്ടി ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു 100 രൂപ ഉണ്ടാവാം എന്ന് പറയുന്നു. ഹൗ മച്ച് ആക്ച്വലി? ശരിക്കും എത്രയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ അവർ തന്നിട്ടുണ്ട്. 1 രൂപയുടെ 8 കോയിൻസ് ഉണ്ട്. 1 രൂപയുടെ 8 കോയിൻസ് പറഞ്ഞാൽ 8 രൂപ. 2 രൂപയുടെ 10 കോയിൻസ് ആണ്. 2 റുപ്പിയുടെ 10 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായി? 20 ആയി അല്ലേ? 5 റുപ്പിയുടെ 4 കോയിൻ പറഞ്ഞാലും 20 ആണ്. 10 റുപ്പിയുടെ 5 കോയിൻ പറയുമ്പോൾ എത്രയായി? 10 + 10 + 10 5 ടൈംസ് ചെയ്യുമ്പോൾ 50 കിട്ടും. അപ്പോൾ ഇതാണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ 100 ഇല്ലല്ലോ, ഇത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 50 + 20 + 20 + 8 ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഞാനിവിടെ കാട്ടിത്തരാം. 50 20 20 ഇതൊക്കെ വലിയ പ്രോബ്ലംസ് ആണ്. നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യിപ്പിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ പതുക്കെ പതുക്കെ എല്ലാം പഠിച്ചെടുക്കുക കേട്ടോ. 98 ആണ് വരിക കേട്ടോ ടോട്ടൽ. കണ്ടോ? 98 വരും നമുക്ക്. ദേ സോർട്ടഡ് കോയിൻസ് ഇൻ ടു സെറ്റ് ഓഫ് 10 rupees റിമൈനിങ് ഇൻ എ സിംഗിൾ സെറ്റ്. ഹൗ മെനി സെറ്റ്? 9 ആണ്. ഹൗ മച്ച്? ഓക്കെ, ഹൗ മച്ച് ചോദിച്ചാൽ 90 ആണ് വരിക. 10 രൂപയുടെ മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് 90 എണ്ണം ഉണ്ടാവും. ഹൗ മച്ച് ലെഫ്റ്റ്? ബാക്കി എത്ര എണ്ണമാണ്? 8. അതായത് 10 രൂപേൻ്റെ നമുക്ക് 9 സെറ്റ് കിട്ടും. അത് 90 രൂപയാണ്. ബാക്കി 8 രൂപ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. ഹൗ ഡിഡ് യു ഫൈൻഡ് ഇറ്റ്? നിങ്ങളിത് എങ്ങനെ കണ്ടുപിടിച്ചു എന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ എഴുതി തരാം. 50 + 20 + 20 ചെയ്യുമ്പോൾ നമുക്ക് 90 കിട്ടും. 98 ആ 90 മൈനസ് ചെയ്താൽ 8 കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.